അപ്പൊ ഇനി ബീച്ച് കഥയുടെ ബാക്കി വിശേഷങ്ങൾ കേട്ടാലോ? ഇവിടെ എന്താ ഈ ആൾക്കൂട്ടം? നമുക്കൊന്ന് ഒളിഞ്ഞു നോക്കിയാലോ? എവിടെ ആൾക്കൂട്ടം ഉണ്ടോ അവിടെ ഫുഡ് ഉണ്ടാവുന്നല്ലേ? ദാ ഇവിടെ അതന്നെയാട്ടോ. ദാ ഇരിക്കുന്ന ഐറ്റം ഇതാട്ടോ ചിക്കൻ മക്രോണി. ഈ ഒരു ചെറിയൊരു പാക്കറ്റും ഉണ്ട്, ഇത്ര ആൾക്കാരും ഉണ്ട്. ദാ ഇത്ര ആൾക്കാരുടെ ഇടയിൽ കിട പിടിച്ച് കഴിക്കാട്ടോ ഈ കുഞ്ഞുമാത്തൻ. ഇവരുടെ ആക്രാന്തം കണ്ടപ്പോ അച്ഛനൊരു സംശയം. സംഭവം എന്താ അറിയാൻ വേണ്ടിയിട്ട് അച്ഛനും ഒരു വായ എടുത്തുട്ടോ. സാധനം കിടക്കാച്ചി ഐറ്റം. ഉണ്ണിയാൽ ബീച്ചിൽ പോകുന്ന ആൾക്കാർ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആണ് കേട്ടോ ഇത്. അങ്ങനെ മക്രോണി കഴിച്ചു കഴിഞ്ഞപ്പോഴാ ഓർമ്മ വന്നത് ബീച്ചിലോട്ടാണല്ലോ വന്നത് എന്ന്. അങ്ങനെ എല്ലാരും വരിവരിയായിട്ട് അങ്ങോട്ട് ഇറങ്ങിട്ടോ. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിനെക്കാട്ടിലും എത്രയോ നല്ലതല്ലേ എല്ലാരും കൂടെ യാത്ര ചെയ്യുന്നത്. ഞങ്ങൾക്കും അതാട്ടോ കൂടുതൽ ഇഷ്ടം. എല്ലാരും കൂടെ ഉണ്ടാവുന്ന ആ ഒരു മൊമെന്റ്സ് ഒക്കെ ഭയങ്കര രസമാണ് കേട്ടോ. മാത്തിന് ഭയങ്കര ഹാപ്പി ആയിട്ടാട്ടോ ഇരിക്കുന്നത്. അവന്റെ ഓരോരോ കളികളായിരുന്നു കേട്ടോ എല്ലാരും നോക്കിക്കൊണ്ടിരുന്നത്. എല്ലാവർക്കും വെള്ളത്തിലിറങ്ങി കളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആരും എക്സ്ട്രാ ഡ്രസ്സ് കയ്യിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും കടലിന്റെ ഭംഗി പുറത്തുനിന്ന് നോക്കി നിന്നാട്ടോ ആസ്വദിക്കുന്നത്. ഇനിയിപ്പോ മഴയ്ക്കൊന്നും ചാൻസ് ഇല്ല എന്നും പറഞ്ഞ് മാത്തന്റെ ഡ്രസ്സ് ഞങ്ങൾ നൈസായിട്ട് അങ്ങ് ഊരി. അവനൊന്ന് ഫ്രീ ആയിരിക്കുന്നതാണല്ലോ നല്ലത്. മാത്തന് ഈ റെയിൻ കോട്ട് അങ്ങ് ഊരിയതും അവന് എന്തോ ഒരു സ്വാതന്ത്ര്യം കിട്ടിയ പോലെയായിരുന്നു കേട്ടോ. അപ്പത്തേനും പെട്ടെന്ന് ഇരുട്ട് മൂടി. ഞങ്ങൾ വന്നിട്ട് ആകെ അരമണിക്കൂർ പോലും തികഞ്ഞില്ല. എന്നിട്ട് എന്താ ഉണ്ടായതെന്ന് അറിയണ്ടേ നിങ്ങക്ക്? പെട്ടെന്നൊരു സ്വിച്ച് ഇട്ട പോലെയായിരുന്നു കേട്ടോ അവിടെ മഴ പെയ്തത്. അതുകൊണ്ട് തന്നെ എല്ലാരും നന്നായിട്ട് നനഞ്ഞു. മഴ അങ്ങ് പെയ്തപ്പോ മാത്തിനെ കുറിച്ച് ആലോചിച്ചിട്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും ടെൻഷന്. പക്ഷെ അവൻ അത് കൂളായിട്ടാട്ടോ എടുത്തത്. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി ഭക്ഷണം കഴിക്കാതെ എങ്ങനെ പോകുന്നത് അല്ലേ? ഒരു മഴ കൊണ്ടോണ്ട എന്താണെന്നറിയില്ല, എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു. അത്ര നേരം തണുത്ത് പറിച്ചിരുന്ന ആൾക്കാരെല്ലാരും ഫുഡ് വന്നപ്പോ എല്ലാം മറന്നു കേട്ടോ. എന്തായാലും 2-2.5 മണിക്കൂർ യാത്ര ചെയ്ത് പോകുന്നതിന് ഇപ്പോഴാണ് ഒരു കാര്യമായത്. ഇനി കൂടുതൽ സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം ഇത് തീർക്കും. അതുകൊണ്ട് ഞാൻ പോയി കഴിക്കട്ടെ കേട്ടോ. ഇത്ര ആയ സ്ഥിതിക്ക് ഒരു സെൽഫിയും കൂടെ എടുത്ത് വീഡിയോ അവസാനിപ്പിക്കാം അല്ലേ? അപ്പൊ ഓക്കെ, ബൈ.